ഇത്തരത്തിൽ തലച്ചോറിൽ ഡോപ്പമിൻ കൂടുമ്പോൾ ഈ തലച്ചോറിന്റെ കണക്ഷൻസ് നഷ്ടപ്പെടും. ഈ കണക്ഷൻസ് നഷ്ടപ്പെടുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പരസ്പരം നമ്മുടെ ഒരു ബോണ്ട് നഷ്ടപ്പെടും. നമ്മൾ രണ്ടുപേരും അടിച്ച് പിരിഞ്ചാച്ച്, അല്ലെ ഞാനും ജോജിയും അടിച്ച് പിരിഞ്ചാച്ച് എന്ന് പണ്ടൊരു സിനിമ പറയില്ലേ, അതുപോലെ ആ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ കോശങ്ങൾ പരസ്പരം സംസാരിക്കത്തില്ല. കോശങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നടക്കുന്നില്ല. അതായത് എൻ്റെ തലച്ചോറിൽ ഞാനൊരു 14 വയസ്സായ കുട്ടിയാണ്, നന്നായി ഫുട്ബോൾ കളിക്കും, എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആവാനാണ് ആഗ്രഹം, ഞാൻ നന്നായിട്ട് ഡ്രിബിൾ ചെയ്യും. ഈ ഡ്രിബിളിങ് സ്കില്ലുണ്ട് തലച്ചോറിൽ. എനിക്ക് പടം വരയ്ക്കാനൊരു സ്കില്ലുണ്ട്, എനിക്ക് പാട്ട് പാടാനൊരു സ്കില്ലുണ്ട്, ത്രിമാന തലത്തിൽ കാര്യങ്ങൾ കാണാൻ എനിക്കൊരു സ്കില്ലുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ പാട്ടിട്ട് കൊടുത്താൽ കുറെ കുട്ടികൾ വെറുതെ ഇരിക്കല്ലേ, കുറെ കുട്ടികൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും, അതിന്റെ സ്കില്ല. ഇതിനൊക്കെ തലച്ചോറിന് പ്രത്യേക കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് പോയാൽ, ഈ കോശങ്ങൾ നശിച്ചാൽ അവന്റെ സ്കില്ലാണ് പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് ഇതാണ്. ആ സ്പെസിഫിക് സ്കിൽ സെറ്റ് പോകും. എനിക്ക് ത്രിമാന തലത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു സർജൻ ത്രിമാന തലത്തിൽ ചിന്തിക്കാൻ പറ്റണം, ആർക്കിടെക്റ്റിന് പറ്റണം. ആ സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ടെസ്റ്റോ എൻട്രൻസോ ഒക്കെ എഴുതി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയതിനു ശേഷം അതുവരെ ഞാൻ ലഹരി ഒന്നും ഉപയോഗിച്ചില്ല. ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ ആ 3 ഡയമെൻഷണൽ സ്കിൽ സെറ്റുള്ള ന്യൂറോണാ പോകുന്നെങ്കിൽ ഞാൻ പിന്നെ ആർക്കിടെക്റ്റ് ആകത്തില്ല, ഞാൻ പിന്നെ എഞ്ചിനീയർ ആകത്തില്ല. എൻ്റെ മ്യൂസിക് സെൻസ് കൊണ്ടാണ് ഞാൻ ഒരിടത്ത് എത്തിയതെങ്കിൽ അവിടെ വെച്ച് ഞാനത് ഉപയോഗിച്ചാൽ അവിടെ പോകും. ഇങ്ങനെയാണ് ആൾക്കാരുടെ പ്രൊഫഷൻ. ഇപ്പോൾ കുട്ടികൾ നല്ല സ്കില്ലുള്ള കുട്ടികളായിരിക്കും. വൺസ് ദേ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്, ഇതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. ഇനി ഇതേ ഡോപ്പമിൻ തന്നെ നേരത്തെ സാർ പറഞ്ഞില്ല, അധികമായ അമൃതയും കുഴപ്പമാണ് അല്ലേ. ഇത് കൂടുതലായി കഴിഞ്ഞാൽ മാനസികാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. ഈ ചിത്തഭ്രമം എന്നൊക്കെ പറയും, വാക്കിൽ തന്നെ എളുപ്പമാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്. ഭ്രമം എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഉണ്ടാവും. ഒന്ന് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ ഉള്ളതിനെ തെറ്റിദ്ധരിക്കും. ഇതെന്താ? പേനയാണ്, ഉള്ള സാധനത്തിനെ ഞാൻ തെറ്റിദ്ധരിക്കുക, ഇല്യൂഷൻ എന്ന് പറയും. ഇതന്നെ എന്തോ സൂക്ഷിച്ചു വന്ന സാറേ, തോക്ക് കാണുന്നില്ല, ഹാലുസിനേഷൻ. ഇല്ലാത്തത് ഞാൻ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഞാൻ ലോകത്തെ അറിയുന്നത്. 2023 ജൂലൈ 30 അല്ലേ, പവിത്ര കൺവെൻഷൻ സെന്ററിൽ റോട്ടറിയുടെ ഒരു മീറ്റിംഗിൽ ഡോക്ടർ മോഹൻ റോയ് ഡ്രഗ് അബ്യൂസ് ത്രെറ്റ് ഫ്യൂച്ചർ എന്ന വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. സാർ ആ കൈ ഇങ്ങനെ വെക്കല്ലേ, സാർ ആ കൈ ഇങ്ങനെ വെക്കുന്നത് പുറത്തുള്ള ഒരാളെ കൊണ്ട് എന്നെ വെടിവെപ്പിക്കാനുള്ള ഇൻഡിക്കേഷൻ കൊടുക്കാനല്ലേ. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് സാറി കൈവച്ചിരിക്കുന്നതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എൻ്റെ തലച്ചോറ് എത്തുന്ന നിഗമനമെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. ഞാൻ എപ്പോഴും സാറിനെ തന്നെ നോക്കും. സാറിന് ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കും, അവരുടെ ബുള്ളറ്റിൽ നിന്ന് ഞാൻ ഒഴിയാൻ ശ്രമിക്കും. കാണുന്ന നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഇയാളുടെ സ്വഭാവത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇതിനെയാണ് നാം ചിത്തഭ്രമം അഥവാ സൈക്കോസിസ് എന്ന് പറയും. ഞാൻ കാണാത്ത, മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണും, മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ കേൾക്കും. അവർ കാണാത്ത ദൃശ്യങ്ങളോ എൻ്റെ ത്വക്കിനടിയിലൊക്കെ എന്തെങ്കിലും സെൻസേഷൻസോ ഇപ്പൊ എന്തെങ്കിലും മണമോ ഒക്കെ എനിക്ക് തോന്നും. എൻ്റെ ചുറ്റുപാടിനെ ഞാൻ തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കും. ഇപ്പൊ ഞാൻ ചികിത്സിച്ച ഒരാൾ, MDMA ചികിത്സിച്ച ഒരാൾ പറഞ്ഞത് 2-3 മാസമായിട്ട് ഞാൻ എൻഗേജ് ചെയ്ത് ഡ്രഗും മരുന്നും തെറാപ്പിയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളി അവസാനം ഒരു ദിവസം ഡോക്ടറെ ഞാൻ MDMA ഒക്കെ നിർത്തി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. MDMA നിർത്തിയില്ലേ? ഡോക്ടറുടെ ചികിത്സ ഉണ്ടെന്നല്ല, ഞാൻ മറ്റേ സിറ്റിയിൽ പോയായിരുന്നു, നല്ല ഐറ്റം എനിക്ക് കിട്ടി. ഞാൻ ഒരു ദിവസം കട്ടൊക്കെ അടിച്ച് പിറ്റേന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു കുതിരയെ പരിചയപ്പെട്ടു. എങ്ങനെ? ഞാനൊരു കുതിരയെ പരിചയപ്പെട്ടു. കുതിരയുമായി ഞാൻ 2-3 മണിക്കൂർ സംസാരിച്ചു. കുതിര എന്നോട് പറഞ്ഞു MDMA അടിച്ചതുകൊണ്ട് അവനുണ്ടായ ദോഷങ്ങളെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ MDMA നിർത്തി. എനിക്ക് വലിയ സന്തോഷമായി. ഇപ്പൊ സൈക്കോസിസ് ചികിത്സിച്ചാൽ മതിയല്ലോ.
അതൊക്കെ ഞാൻ രാധാകൃഷ്ണ സാറിനെ ശരിക്കും ചികിത്സിച്ചുള്ളൂ, മറ്റേതാ പാട്. അപ്പൊ ഇത്തരത്തില് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഇത് നശിപ്പിക്കും. ഇത് നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയും വികാസവും പുതിയ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ നേരത്തെ ശ്രീ സാർ പറഞ്ഞിരുന്നല്ലോ, ഒരു 1.5 ലക്ഷം വർഷം മുമ്പാണ് നമ്മൾ